ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു കസ്റ്റേർഡും അതിൻ്റെ കൂടെ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും കൂടെയൊക്കെ കൂടുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതെങ്ങനെ സെർവ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് സീഡ്ലെസ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഏത്തപ്പഴം, അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ച് സ്ട്രോബെറിയാണ്, ഏകദേശം 1 കപ്പ് തന്നെ സ്ട്രോബെറിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ പൊമിഗ്രാനേറ്റ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം, പക്ഷേ ഈ ഫ്രൂട്ട്സ് കഴിയുന്നതും നല്ല സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ട്സ് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മുന്തിരിയും അതേപോലെ ഈ ആപ്പിളും ഏത്തപ്പഴവും ഒക്കെ ആവശ്യത്തിന് പഴുത്ത ഏത്തപ്പഴമായിരിക്കണം. എന്നാലും ഫ്രൂട്ട്സിന് സ്വീറ്റ്നെസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. തീരെ മധുരം ഇല്ലാത്ത ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ നമ്മളൊരു ചെറിയ ബൗളിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ചൂടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. ലൂക്ക്വാം ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നല്ല ചൂടുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇതിൽ ഒട്ടും കട്ടയില്ലാന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ നമ്മുടെ ഫൈനൽ കസ്റ്റേർഡ് നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. ഇതിൽ കട്ടയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ 1/2 ലിറ്റർ പാലിൽ നിന്നാണ് നേരത്തെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചത്. ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ നമ്മുടെ കസ്റ്റേർഡിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണിത് ചേർക്കുന്നത്. പാല് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ക്രീം ചേർത്തിട്ട് പാലിൻ്റെ കൂടെ ക്രീം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് പതുക്കെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. സ്റ്റൗവിൽ വെക്കുമ്പോൾ തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നല്ല കട്ടിയുള്ളൊരു സോസ് പാൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ അടിയിൽ പിടിക്കാൻ പാടില്ല. അത് നമ്മുടെ ഫൈനൽ ടെക്സ്ചറിനെ എഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും അതേപോലെ തന്നെ ഒരു ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ വരും, പക്ഷെ നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പൊടിയാക്കാതെ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസ്റ്റേർഡ് പൗഡർ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ സെറ്റിലാവാൻ സാധ്യതയുണ്ട്. ഈ പൊടിയെല്ലാം അടിയിൽ പോയി കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ അതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലയെന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. കട്ടയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതിയെ ഈ കസ്റ്റേർഡ് കുറച്ചായിട്ട് നമ്മുടെ ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കസ്റ്റേർഡ് ചേർക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കസ്റ്റേർഡ് പാലിലോട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പാല് നല്ല തിക്കായിട്ട് വരും. ഒരു 2 മിനിറ്റോളം നമ്മൾ ഈ കസ്റ്റേർഡ് ഇങ്ങനെയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുന്ന സമയത്ത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റർഡ് നല്ല കുക്കായിട്ടുണ്ട്. ഇങ്ങനെ കോരി ഒഴിച്ച് നോക്കുമ്പോൾ പോറിങ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം. കാരണം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് സെറ്റാവും. ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ മേടിക്കുമ്പോൾ അത് മിക്കപ്പോഴും വാനില ഫ്ലേവറിലുള്ളതായിരിക്കും. പക്ഷേ എന്നാലും അതിന് ഫ്ലേവർ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് വാനില ഫ്ലേവർ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. 1 നുള്ള് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, പക്ഷേ ഈ ഉപ്പ് ഒഴിവാക്കരുത്. ഉപ്പ് ചേർത്താലാണ് നമ്മുടെ കസ്റ്റാർഡിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു കറുവപ്പട്ടയുടെ കഷ്ണവും ഏലക്കയും നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. കസ്റ്റാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് തണുപ്പിക്കാൻ വെച്ചതുപോലെ തന്നെ കസ്റ്റാർഡും ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കവർ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും കസ്റ്റാർഡും റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് നമ്മളെപ്പോഴും കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വേണം നമ്മൾ ബൗളിലോട്ട് സെർവ് ചെയ്യാനായിട്ട്. നേരത്തെ തന്നെ ഇത് എടുത്ത് വെക്കരുത്. അതേപോലെ തന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ലെയർ കസ്റ്റാർഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് യൂണിഫോമായിട്ട് ഒരു ലെയർ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും കസ്റ്റാർഡ് ഇട്ട് കൊടുക്കുക, വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ലെയർ ചെയ്ത് വേണം നമ്മുടെ ഈ കസ്റ്റാർഡും ഫ്രൂട്ട്സും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാതെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യരുത്. നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം വയ്ക്കുന്ന സമയത്ത്, തണുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ചും കൂടി വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആയി പോകും. അപ്പോൾ ഈ കസ്റ്റാർഡിൻ്റെ ഒരു ക്രീമി കൺസിസ്റ്റൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ കസ്റ്റാർഡ് പൗഡർ മേടിക്കുമ്പോൾ പാക്കറ്റിൽ തന്നെ അതിൻ്റെ റെസിപ്പി അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്